ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തതും എന്നാൽ നല്ല പവർഫുൾ ആയിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള 5 ആപ്ലിക്കേഷൻസ് ആണ്. സോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആയിട്ട് വന്നേക്കാം. ആദ്യത്തെ ആപ്ലിക്കേഷന്റെ നെയിം എന്ന് പറയുന്നത് ഫോട്ടോപിയ എന്നാണ്. ഫോട്ടോപിയ എന്ന് പറയുന്നത് നമ്മുടെ പി സിയിലുള്ള ഫോട്ടോഷോപ്പ് എന്ന ആപ്ലിക്കേഷന്റെ എക്സാക്ട് കോപ്പി വേർഷൻ ആണ്, മൊബൈൽ വേർഷൻ ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഇന്റർഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതേപോലെ തന്നെയാണ്. എങ്ങനെയാണോ പി സിയിൽ കാണുന്നത് അതേ എക്സാക്ട് അതേ കണക്ക് തന്നെയാണ്. ജസ്റ്റ് ഇന്റർഫേസും ലുക്കും മാത്രമല്ല, ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്തും ഓപ്ഷൻസ് നോക്കുന്ന സമയത്തും അത് കണക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കാണാം, ഞാൻ ഓരോ ഫംഗ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു റെസ്പോൺസും കാര്യങ്ങളെല്ലാം കാണാം. എക്സാക്ട്ലി ആ ഒരു പി സിയിലെ കണക്ക് തന്നെയാണ്. സോ ഫോട്ടോഷോപ്പ് ഇപ്പം നിങ്ങളിൽ ഇപ്പോൾ ഒരു ലാപ്പോ അല്ലെങ്കിൽ പി സിയോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോഷോപ്പ് എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ തന്നെ നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് കുറച്ച് ലാഗി ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ലോഡിംഗ് ടൈമാണ്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ലാഗി ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ നെയിം എന്ന് പറയുന്നത് ക്രിറ്റ എന്നാണ്. ക്രിറ്റ എന്ന് പറയുന്നത് ഒരു പെയിന്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. പെയിന്റിംഗ് പ്ലസ് ഒരു ആനിമേഷൻ, ഒരു 2D പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇതും ആക്ച്വലി ഒരു പി സിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു മൊബൈൽ വേർഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. അതായത് ഇപ്പോൾ പെയിന്റിംഗ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ പെയിന്റിംഗ് ചെയ്യാനായിട്ട് എല്ലാത്തിനും പറ്റുന്നതാണ്. എല്ലാ ഓപ്ഷൻസും നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിൻ്റെ അകത്ത് 2D പെയിന്റിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, 2D പെയിന്റിംഗും ഇതിൻ്റെ അകത്ത് വർക്ക് ആവുന്നതാണ്. സോ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം. മൂന്നാമത്തെ ആപ്ലിക്കേഷന്റെ നെയിം എന്ന് പറയുന്നത് എക്സ് മാനേജർ എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്പോട്ടിഫൈയുടെ പ്രീമിയം ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിലുള്ള ഓൾറെഡി ഉള്ള ആ ഒരു സ്പോട്ടിഫൈ ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ തിരിച്ച് ഈ ഒരു എക്സ് മാനേജർ എന്ന ആപ്ലിക്കേഷനിൽ കയറിയ ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നായിരിക്കും കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതാണ് ഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നത്. സോ ഈ ഒരു ഫയൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ ഇൻസ്റ്റാൾ ആയി വരുന്നത് നമ്മുടെ സ്പോട്ടിഫൈയുടെ പ്രീമിയം APK ഫയലാണ്. അതായത് നമുക്ക് ഒരു തരത്തിലുള്ള അഡ്വർടൈസ്മെന്റോ ഒരു പ്രശ്നമില്ലാത്ത ഒരു പ്രീമിയം APK ഫയലായിരിക്കും. ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാണ്. എനിക്കും ഇതുവരെയായിട്ട് ഒരു ഫീൽ ചെയ്തിട്ടില്ല, ഒരു അഡ്വർടൈസ്മെന്റ് ഇതുവരെയായിട്ടും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ സ്പോട്ടിഫൈ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ആപ്ലിക്കേഷന്റെ നെയിം എന്ന് പറയുന്നത് ക്വിക്ക് ടൈൽസ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിനെ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരുപാട് തരത്തിലുള്ള ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിനു ശേഷം നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്ഷനെ ക്വിക്ക് ടൂൾ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഈസിലി നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ നമുക്ക് ആ ഒരു ക്വിക്ക് ടൂൾ ആയിട്ട് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്ഷൻ വന്ന് കിടന്നോളും. സോ വളരെ യൂസ്ഫുൾ ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗ്ഷൻസോ അല്ലെങ്കിൽ കോളോ അങ്ങനെയുള്ള എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് നമുക്കൊരു ടൂൾ ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ കൊണ്ടിടാനായിട്ട് പറ്റും. ഫൈനൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡ്രോപ്സ് ഐക്കൺ പാക്ക് എന്നാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു ഹോം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മിനിമൽ ഐക്കൺ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രോപ്സ് ഐക്കൺ പാക്ക് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എനേബിൾ ചെയ്തത്. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഐക്കൺ പാക്ക് ആണ്. ഇതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഇത് കണക്ക് ഒരു മിനിമൽ ആയിട്ട് വരത്തില്ല. നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉള്ള ആ ഒരു സിസ്റ്റം ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരത്തുള്ളൂ. ബാക്കിയെല്ലാം ഒരു ജസ്റ്റ് ഒരു റൗണ്ട് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വന്ന് കിടക്കുന്നത്. എൻ്റെ ഇപ്പോൾ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ മിനിമൽ ആയിട്ടാണ് ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും യൂസ്ഫുൾ ആയിട്ട് വരും. സോ ദാറ്റ്സ് ഓൾ. ഇത്രേ ഉള്ളൂ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഈസിലി കയറി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.